കുറച്ച് ട്രാവൽ വിശേഷങ്ങളാണെന്ന്. വീഡിയോ എടുക്കണ്ടെന്ന് കരുതിയാ പിന്നെ അങ്ങ് തുടങ്ങി. അപ്പം രണ്ടുപേരും സൈഡിൽ നിന്ന് ചോദിക്കുന്നുണ്ട് വീഡിയോ എടുക്കുകയാണോ എന്ന്. കാർത്തി അതിലാണ്. കാർത്തിൻ്റെ വല്യമ്മയുടെ മോളും അതിൽ എൻ്റെ അളിയനുമാണ്. ഞങ്ങൾ സ്കൂൾ കാലം മുതലേ ഒരുമിച്ച് കളിച്ച് ചിരിച്ച് അടിച്ച് വളർന്നവരാണ്. അപ്പം ഞാൻ ഇവരെ കാണാൻ 1-2 തവണ ഹള്ളിൽ പോയിട്ടുണ്ട് ഇവരുടെ അടുത്ത്. പക്ഷേ ഇതുവരെ ഞങ്ങൾ പുറത്തോട്ടൊന്നും പോയിട്ടില്ല. വീട്ടിൽ കൂടാറാണ് പതിവ്. അങ്ങനെ യോർക്ക് കാണണം എന്ന ആഗ്രഹം ഞാൻ അറിയിച്ചു. അങ്ങനെ അവരെന്നെ യോർക്കിൽ കൊണ്ടുപോകണം. ഈസ്റ്റർ ഹോളിഡേയ്സ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ അവിടെ കുറേ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഞങ്ങൾ പോയത് ദ ഷാമ്പിൾസ് അങ്ങോട്ടാണ്. ഷാമ്പിൾസിൽ നിന്നാണ് ഹാരി പോട്ടറിൻ്റെ ഡയഗണാലി ഇൻസ്പിറേഷനൊക്കെ വന്നിട്ടുള്ളത്. ഞാൻ കുറേ റീൽസും കുറേ ഭംഗിയുള്ള പോസ്റ്റൊക്കെ കണ്ടിട്ട് എന്നെ ഇവിടെ കൊണ്ടുപോകണം എന്ന് അപേക്ഷിച്ച് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയതാണ്. അവിടെ ഞങ്ങൾ കുറച്ച് മാക്രോൺസ് ഒക്കെ ട്രൈ ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടുത്തെ കുറച്ച് സ്ട്രീറ്റ്സിൽ കൂടെയൊക്കെ തുറന്നു. നല്ല നല്ല പഴയ ഇതിവിടെ അതെന്നാണ് നോക്കുന്നു വൈക്കിങ്സിൻ്റെയൊക്കെ ഒരു പാസ്റ്റ് അതൊക്കെ ഇവിടെയാണ്. അപ്പോൾ ആ ഗ്ലാസ്ഗോയിൽ മഞ്ഞ് വീഴുന്നു ഞാനില്ലാത്തതുണ്ടെന്ന് ഉള്ള വിശേഷം അറിയും. യോർക്ക് മിൻസ്റ്റർ കണ്ടു. അതെനിക്ക് തോന്നുന്നു യൂറോപ്പിലെ ലാർജസ്റ്റ് ഗോത്തിക് കത്തീഡ്രലാണ്. അതൊക്കെ കണ്ട് കറങ്ങിയതിന് ശേഷം ഞങ്ങൾ നല്ലൊരു വൈബുള്ളൊരു പബ്ബിൽ വന്നു. കുറച്ച് സമയം അവിടെ ഇരുന്നു ചില്ലത്. അവിടെ ഞങ്ങൾക്ക് കിട്ടിയ സീറ്റ് നല്ല രസമായിരുന്നു. അവിടെ ഇരുന്ന് കുറച്ച് നേരം പുറത്തോട്ടൊക്കെ വായി നോക്കിക്കൊണ്ടിരുന്നു. പുറത്തിറങ്ങിയപ്പോൾ ഈ ഒരു ലേഡി കണ്ടു. വിൻറ്റേജ് ഫോട്ടോഗ്രാഫി എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ പുള്ളിക്കാരി ഇതിനകത്തൊരു ക്യാമറ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കാശ് കൊടുക്കാം. അവർ നമുക്ക് ഇതുപോലെ ഫോട്ടോ എടുത്ത് ഈ ഒരു ഫ്രെയിമിലാക്കി നല്ലൊരു പേപ്പറിൽ പ്രിൻറ്റ് ചെയ്ത് തരും. ഞങ്ങൾ ആ ഫോട്ടോ ഒക്കെ എടുത്തു. അത് എനിക്ക് കാർത്തിക്ക് ബോബ കുടിക്കണമെന്ന് പറഞ്ഞു. അത് കുടിച്ചു. എന്ത് സ്നേഹമല്ലേ അവർ തമ്മിൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ പാട്ടും പാടി കുറച്ച് നേരം ബസ്സും കാത്തതും ബസ് കയറി. ഏകദേശം ഒരു 2 മണിക്കൂർ ഉണ്ടായിരുന്നു ബസ്സിൽ. കുറച്ച് സമയം ഉറങ്ങി കാഴ്ചയൊക്കെ കണ്ട് പോയി. അത്രേ ഉള്ളൂ. ടാറ്റാ.